നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. ജീവിതശൈലി രോഗങ്ങളെ തുരത്താൻ പഞ്ചായത്ത് മെമ്പറുടെ ശ്രമഫലമായി വാർഡിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചു. നന്നമ്പ്ര പഞ്ചായത്തിലെ കൊടിഞ്ഞി തിരുത്തിയിലാണ് വാർഡ് മെമ്പർ പി.കെ. റൈഹാനത്തിൻ്റെ ശ്രമഫലമായി ഓപ്പൺ ജിം സ്ഥാപിച്ചത്. പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പദ്ധതി ഉപയോഗിച്ച് ആദ്യമായാണ് ജിം ആരംഭിക്കുന്നത്. പതിവ് വികസന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി തിരുത്തിയിൽ പദ്ധതി നടപ്പിലാക്കിയത് വാർഡ് മെമ്പറും മുൻ പ്രസിഡന്റുമായ പി.കെ. റൈഹാനത്താണ്. ജീവിതശൈലി രോഗങ്ങളെ തുരത്താൻ വ്യായാമശീലം പൊതുജനങ്ങളിൽ ശീലമാക്കാനാണ് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. 2 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. ജിമ്മിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഡീൽ പീച്ചു നിർവഹിച്ചു. എയർ വാക്കർ, ചെസ്റ്റ് പ്രസ്, ഡബിൾ ട്വിസ്റ്റർ എന്നിവയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജിം ഉപയോഗപ്പെടുത്താം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിശ്ചിത സമയം നൽകി ക്രമീകരിക്കുവാനാണ് തീരുമാനമെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച വാർഡ് മെമ്പർ പി.കെ. റൈഹാനത്ത് പറഞ്ഞു. ഓപ്പൺ ജിം ആശയം കൊണ്ടുവന്നപ്പോൾ ഭരണസമിതിയും നേതാക്കളും നാട്ടിലെ യുവാക്കളും ഒപ്പം നിന്നെന്നും ശേഷിക്കുന്ന ജിം ഉപകരണങ്ങൾ കൂടെ എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണെന്നും അവർ പറഞ്ഞു. നന്നമ്പ്ര പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അത് 21-ാം വാർഡിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഓരോ വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിൻ്റേതായ റിസ്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ ഈ 21-ാം വാർഡിൽ ഓപ്പൺ ജിം ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ വാർഡിലുള്ള നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഏതായാലും ഇനിയും ഇതിൻ്റെ ബാക്കി അതിൻ്റെ എക്യുപ്മെൻസുകളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പദ്ധതിക്ക് എൻ്റെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സഹകരണം കൊണ്ട് ഒന്ന് മാത്രമാണ് എനിക്കിതുവരെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ഒരു ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിൻ്റെ സമ്പത്ത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ വാർഡിലെ എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇത് യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ കൂടെ നിന്നത് എൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥന്. സെക്രട്ടറി കാരണം ഓരോ വർഷവും നമ്മൾ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് സ്പിൽ ഓവറിലേക്കാണ് പോകാറുള്ളത്. പക്ഷേ ഈ പദ്ധതി നമ്മൾ വെച്ച് ഒരു 5-6 മാസം ആയപ്പോഴേക്ക് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ ബില്ല് വരെ നമുക്ക് ട്രഷറിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് തന്നെ എൻ്റെ സെക്രട്ടറി എന്നോട് സഹകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിന് സെക്രട്ടറിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. സെക്രട്ടറി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ വാർഡിലെ നിവാസികൾക്കും എൻ്റെ വാർഡിലെ എല്ലാ പൗരപ്രമുഖർക്കും നേതാക്കന്മാർക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും നമുക്ക് നമ്മുടെ ഈ വാർഡിലെ പല വികസനങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. കുറഞ്ഞ കാലയളവ് എൻ്റെ മുമ്പിലുള്ളൂ എങ്കിലും കഴിയുന്ന അത്ര ഇനിയും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് ഞാൻ കൊണ്ടുവരും. പരിപാടിയിൽ അബ്ദുൾ റഷീദ് MP, ഒടിയിൽ കുഞ്ഞ, മറ്റത്ത് അവറാൻ ഹാജി, PV കോമുക്കുട്ടി ഹാജി, കുഞ്ഞു മുഹമ്മദ് TT, അബ്ദുൽസലാം PV, അബ്ദുറഹ്മാൻ PV, ഒടിയിൽ സക്കീർ, നൌഷാദ് MP, മുസ്തഫ പുക്ലാശ്ശേരി, മുഹമ്മദ് കുട്ടി ഹാജി കുഴിക്കാട്ടിൽ, സെയ്ദലവി PK, കരുവാട്ടിൽ റഫീഖ, കുഞ്ഞമ്മദ് CK, ഇസ്മായിൽ MP, കുട്ടിമോൻ CK, ബാവ തടത്തിൽ, അബ്ദുൽ അസീസ് P, മൊയ്തീൻ കുട്ടി KV, മൂസ ഹാജി K തുടങ്ങിയ പൗരപ്രമുഖരും യുവാക്കളും കുട്ടികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.